ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ ഓണം, ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എൻ്റെ ഒരു പുതിയ ഫ്രണ്ടിൻ്റെ അങ്ങാണ് കേട്ടോ. പുതിയ ഫ്രണ്ട് ഫ്രണ്ട് അല്ല, വീഡിയോസിലൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ. ഈ ഫ്രണ്ടാണ്, മലപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഇവളുടെ അങ്ങാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് എല്ലാം വഴിയെ കാണാം. അപ്പം ഞങ്ങൾ പരിപാടിയിലേക്ക് കിടക്കട്ടെ. അങ്ങനെ വെളുപ്പിനെ ഒരു 4:45 മണിയായപ്പോൾ ഞാൻ അങ്ങാടിപ്പുറത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവളുടെ മോനും മോനും ചേട്ടനും കൂടെ ആണ് വിളിക്കാൻ വന്നത്. അവർ കാറത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അവൾ എണീറ്റ് ഫ്രഷായി എല്ലാം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പച്ചക്കറികൾ അരിയാനും ഒക്കെ തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചെന്നപ്പോൾ നിന്നെ കണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ ഉമ്മയൊക്കെ തന്ന് നമ്മളെ ഓണം വിഷസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നേരെ ഞാൻ പോയി ഫ്രഷായി കുളിച്ച് കിച്ചണിലേക്ക് കയറി അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഉറങ്ങാൻ നിൽക്കുന്ന അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ കിടന്നപ്പോൾ അതൊക്കെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും അതൊക്കെ ഒരുവിധം അവളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറികളൊക്കെ ഞാൻ പരിപാടിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തോരന്, സാമ്പാർ, അവിയൽ, പിന്നെന്തുവാ മെഴുക്ക് വരട്ടിക്ക് എല്ലാം സെറ്റാക്കി വെച്ചേക്കും അവള്. അപ്പം ഇനി ഞാൻ കുറച്ച് പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കയറി ഇവരുടെ ഓണസദ്യ കൊളവാക്കണ്ടെന്ന് വിചാരിച്ച് മാറി വയ്ക്കുമായിരുന്നു കേട്ടോ. കാര്യം നിങ്ങളുണ്ടാക്കുന്ന ഓണസദ്യയും ഞങ്ങളുണ്ടാക്കുന്ന ഓണസദ്യയും രണ്ടും രണ്ട്. അങ്ങനെ ഞങ്ങളിതെല്ലാം അരിഞ്ഞ് പായസം മാത്രമേ വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പായസം മേടിക്കണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഓർഡർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പായസം അവൾ അവിടെ നിന്ന് എവിടുന്നോ വാങ്ങിച്ചാണ് കേട്ടോ. ബാക്കിയെല്ലാം അവൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറികളെല്ലാം പിന്നെ ഒരുപാട് കൂട്ടം കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എല്ലാം അടുപ്പത്ത് കയറ്റി. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഞാൻ അമ്പലത്തിൽ കയറത്തില്ല, പുറത്തേക്കാന്ന് പറഞ്ഞു. നീ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇതെല്ലാം പെട്ടെന്ന് സെറ്റാക്കിയിട്ട് വേണം അമ്പലത്തിൽ പോകാനൊരുങ്ങാൻ. കോലുണ്ടല്ലേ, ഇങ്ങനെയൊക്കെയാണ് അരിയിടുന്നത്. ഇവിടെ എവിടുന്നാണോ ഉണ്ടാ, ഇതൊക്കെയാണ് സാമ്പാറിന്റെ കോല്. കണ്ടില്ലേ, ഇതാണ് കോല്. ഇതാണ് കോല്. സാമ്പാർ വെച്ച് ഉളവാക്കി തരുവോടെ. നീ പേടിക്കണ്ട, ഇതൊക്കെ ഇതിനകത്തുള്ളതാ. നീ പേടിക്കണ്ട, ഇതൊക്കെ ഇതിനകത്തുള്ളതാ. അതൊക്കെ ഇതിനകത്തുള്ളതാ കേട്ടോ. നീ പേടിക്കണ്ട. തേങ്ങ അരക്കത്തില്ലേ? പിന്നെ പണി ഉറങ്ങുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പച്ചടിയും കിച്ചടിയും തോരനും അവിയലും എന്തൊക്കെയോ ഒക്കെ ഉണ്ടാക്കി കേട്ടോ. ഇത് അവിയലാണ്. അവിയലിന് അവളെല്ലാം കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ എല്ലാം സെറ്റായി. അത് കണ്ടോ, ഇവളുടെ ഭരണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല ഭരണികൾ. ഇത് എവിടെ നിന്നെങ്ങാണ്ട് വാങ്ങിച്ചതാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. എല്ലാം ഒരേപോലത്തെ ഭരണികൾ. അച്ചാറൊക്കെ ഉണ്ട്. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറാണോടി? നാരങ്ങ, മാങ്ങ, ഇഞ്ചി, പുളിയിഞ്ചിയാണോ? പുളിയിഞ്ചി, എന്തൊക്കെയാണ്. പിന്നെ നാരങ്ങ അച്ചാർ. ഇതവള് മേടിച്ചാണ് കേട്ടോ കടയിൽ നിന്ന്. Super.
എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അറിയോ, ഇവിടെ വലിയ സദ്യ ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ സാമ്പാറ്, ബാക്കിയുള്ള അവിയല്, തോരൻ എല്ലാം ഉണ്ടാക്കി. പക്ഷെ പരിപ്പ് കറിയുടെ കാര്യം മാത്രം അവള് പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചപ്പോ പറയണേ എനിക്ക് പരിപ്പ് കറി ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. എന്താന്നിടേ സദ്യ ഉണ്ടാക്കുന്നത് പരിപ്പ് കറി അല്ലാതെ പരിപ്പും പപ്പടവും കൂട്ടി ഇച്ചിരി ചോറ് ഇടാന്ന് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ ആ പരിപ്പ് കറി ഇവിടെ ഞാൻ ഏൽപ്പിച്ചു. ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോ എങ്ങനെ ആവും അറിയത്തില്ല, എങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ അവളുടെ ആഗ്രഹമല്ലേ പരിപ്പും കൂട്ടി കറി. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ദോശയും സാമ്പാറും അവളുടെ ഒരു നല്ലൊരു എരിച്ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അമ്പലത്തിൽ പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൾ സെറ്റ് സാരിയൊക്കെ ഉടുത്തുകൊണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും സെറ്റ് സാരിയൊക്കെ ഉടുക്കാം. അവിടെ ഓണപരിപാടിക്കൊന്നും ഞാൻ സെറ്റ് സാരി ഉടുത്തില്ലല്ലോ, എല്ലാം കളർ സാരിയല്ലേ എടുത്തത്. അപ്പോൾ ഞങ്ങൾ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അത് അടിപൊളിയായി ഒരുങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ 2 വീലർ എടുത്തിട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും 2 വീലറിലാണ് അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറിയൊന്നുമില്ല, പുറത്ത് നിന്നേ ഉള്ളൂ. അവൾ പോയി പ്രാർത്ഥിച്ച് അമ്പലത്തിലൊക്കെ കയറി ഇതാക്കിയിട്ട് വന്നു.